പേവിംഗ് സ്റ്റോൺ വിഭാഗത്തിൽപ്പെടുന്ന താണ്ടൂർ സ്റ്റോൺ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. താണ്ടൂർ സ്റ്റോണിലെ 50 mm സ്റ്റോൺ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കണ്ടില്ല, ഈ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പല ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. ശരിക്കും ഈ ഒരു സ്റ്റോണിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ഇതിന്റെ സർഫസ് ഫിനിഷും തിക്നെസ്സും ആണ്. ഇപ്പോൾ ലൈം സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ സെഡിമെന്ററി റോക്സ് ആണ്. അതുകൊണ്ട് തന്നെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഇത് ഭൂമിയിലുള്ളത് തന്നെ. നമ്മൾ യൂസ് ചെയ്യുന്ന 50 mm എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 47 to 55 mm തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ്. അപ്പോൾ പലരും 40 mm അല്ല മീൻസ് 50 mm എന്ന് പറഞ്ഞിട്ട് 40 mm 45 mm ഒക്കെ ഇട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഈ ഒരു സ്റ്റോണിൻ്റെ ഈ ഒരു സർഫസ് എന്ന് പറയുന്നത് സർഫസ് ഫിനിഷ് എത്രത്തോളം ഇച്ചിരി അടുത്തേക്ക് വന്ന് എത്രത്തോളം ഫിനിഷ് ഉണ്ടെന്ന് കണ്ടില്ലേ. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി സ്റ്റോൺ എന്ന് പറയുന്നത്. സർഫസ് ഫിനിഷ് കുറവുള്ള ഐറ്റംസ് ഉണ്ട്, നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും. ഇപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ തിക്നെസ് കണ്ടില്ലേ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് 63 mm തിക്നെസ് ഉണ്ട്. ബട്ട് ഇത് ഒരിക്കലും നമുക്കൊരു ലോഡിൽ ഫുള്ളായിട്ട് ഈ ഒരു തിക്നെസ് കിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇതാണ് 52 mm തിക്നെസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ആവറേജ് തിക്നെസ് 50 എബോവ് മീൻസ് 47 എബോവ് എങ്കിലും മിനിമം കിട്ടിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ക്രാക്കുകളും ലോഡ് കയറുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി എപ്പോഴും അഷ്വർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒന്നോ രണ്ടോ സ്റ്റോൺസിന്റെ അല്ല നമ്മൾ തിക്നെസ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലെയറിൽ നിങ്ങൾ നോക്കിയേ, ഓരോ സ്റ്റോണിന്റെയും തിക്നെസ് ഇത് വരുമ്പോൾ 60 mm ഉണ്ട് കണ്ടില്ലേ. 2 ഇഞ്ച് എബോവ്, അതാണ് 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 50 mm ആണ്. അതിന് എബോവ് തിക്നെസ് ആണ് നമ്മുടെ എല്ലാ സ്റ്റോണുകളും വരുന്നത്. ഇത് 2x2 സൈസിൽ വരുന്ന താണ്ടൂർ സ്റ്റോൺ ആണ്. ഇതിന്റെ സർഫസ് ഫിനിഷ് കണ്ടില്ല, ഈ ഒരു ഫിനിഷ് ആണ് ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റിന്റെ ഫിനിഷ് വരുന്നത്. അപ്പോൾ താണ്ടൂർ സ്റ്റോൺസിനെ പറ്റി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രൊഡക്റ്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.